അതിരാവിലെ 3 മണിക്ക് തപ്പിപ്പിടിച്ച് കീ കൊണ്ട് കാർ സ്റ്റാർട്ടാക്കി. നമ്മുടെ ഫ്ലൈറ്റ് 6 മണിക്കാണ്. ഇവിടുന്ന് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വണ്ടീന്റെ സെൻസർ നമ്മളെ നോക്കി പറയുന്നു, കണ്ണ് തുറന്ന് വണ്ടി ഓടിക്കൂ, അല്ലെ ഇവിടുത്തെ മാട്ടയായിരിക്കും. അതുകൊണ്ട് തണുത്ത വെള്ളത്തിലൊന്നും മുഖം കഴുകി. ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തുകൊണ്ടായിരിക്കും. വണ്ടിക്ക് ഒരു പോറൽ പോലുമില്ല. ട്രിപ്പിലെ അവസാനത്തെ രാജ്യം, ഇരുതല വാളുകൊണ്ട് വാക്ക് പറയുന്ന ഗ്ലാഡിയേറ്റർമാരുടെ സ്വന്തം നഗരം, സിറ്റി ഓഫ് 7 ഹിൽസ്, റോം, ഇറ്റലി. എയർപോർട്ടിൽ നിന്ന് തുടങ്ങുന്നു റോമിന്റെ ഹിസ്റ്ററി പറയുന്ന ചില വർക്ക്സ്. എയർപോർട്ടിന്റെ അപ്സ്റ്റെയർ റൈറ്റ് സൈഡിലാണ് ട്രെയിൻ സ്റ്റേഷൻ. ഇവിടുന്ന് 1 മണിക്കൂർ ട്രാവൽ ഉണ്ട് നമ്മുടെ സ്റ്റേയിലേക്ക്. ഇത്രയും ദൂരത്തെ സ്റ്റേ എടുക്കാൻ കാരണം സാമ്പത്തികം. ഒരു ചെറിയ വലിയ ടർക്കിഷ് കബാബ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതും ഒരു ചെറിയ വലിയ 2 ബെഡ്റൂം ഹൗസ് ആണ്. സിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വൺ ചീപ്പാണ്. ഇവിടുന്ന് 1 അവർ ട്രാവൽ ഉള്ളൂ ഇവിടുത്തെ മെയിൻ സിറ്റിയിലേക്ക്. അക്കോമഡേഷൻ എപ്പോഴും ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്ന് കുറച്ച് മാറ്റി പിടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 48 അവേഴ്സ് ഗ്രൂപ്പായി ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രഷ് ആയി ട്രിപ്പ് ഓൺ 1 ഓഫ് 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, ദ ഗ്രേറ്റ് കൊളോസിയം ഇൻ ഇറ്റലി. മനുഷ്യരാണ് മൃഗമാണ് പോർക്കളത്തിൽ ജയിക്കുന്നതെന്ന് ഉറ്റുനോക്കുന്ന ഒരു കാലം. നൂറ്റാണ്ടുകളുടെ ചരിത്രം കാണിക്കുന്ന നിർമ്മിതികൾ. കാലം എത്ര കഴിഞ്ഞാലും വരും തലമുറയ്ക്ക് ചരിത്രം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്നു ഇവിടുത്തെ ചില നിർമ്മിതികൾ. ഹെറിറ്റേജ് ടൂറിസം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട സ്ഥലം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട്. പെട്ടെന്ന് നാട് ഓർമ്മ വന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്, ദ വത്തിക്കാൻ സിറ്റി ഓർ ദ സെന്റർ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഐക്കോണിക് പബ്ലിക് സ്പേസ്, സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ. ആയിരക്കണക്ക് ടൂറിസ്റ്റുകളും വിശ്വാസികളുമാണ് ഇതുപോലെ ക്യൂ നിൽക്കുന്നത്. ദി ഗ്രേറ്റ് അട്രാക്ഷൻ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണാൻ. ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനിറ്റി അവരുടെ പിൽഗ്രിമേജ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കാണുന്ന ഒരേ ഒരു സ്ഥലം. യേശുവിന്റെ 12 സ്ലീഹന്മാരിൽ ഒരാൾ, ആദ്യത്തെ മാർപ്പാപ്പ, സെയിന്റ് പീറ്ററിനെ അടക്കിയിരിക്കുന്ന സ്ഥലം. ഈ ബസിലിക്ക ഇത്രയും അത്ഭുതമായി കാണാൻ സാധിക്കുക തീർച്ചയായും ഇതിന്റെ നിർമ്മാണ ശൈലി തന്നെ. ഇതിൽ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് പോലും ആ ഒരു വർക്കിനെ ഭംഗി കൂട്ടുന്നു. നമ്മുടെ തലയൊന്ന് ഉയർത്തി 360 ഡിഗ്രി ഒന്ന് കറങ്ങിയാൽ നമ്മൾ തീർച്ചയായിട്ടും നിലത്തിരിക്കും. ഓൺലൈൻ ടിക്കറ്റ് എടുത്താൽ ആ കാണുന്ന ബാൽക്കണിയുടെ മുകളിൽ നമുക്ക് കയറാൻ സാധിക്കും. ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനും ബ്ലെസ്സിങ്ങിനും സൗകര്യമുണ്ട്. ആദ്യത്തെ പോപ്പ് സെന്റ് പീറ്റേഴ്സ് മുതൽ ഈ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയ പോപ്പ് ഫ്രാൻസിസ് വരെയുള്ള അവരുടെ സേവന വർഷങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. വിശുദ്ധ രൂപങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഒരു ആരാധനാലയത്തിന് യോജിച്ചതല്ല നിങ്ങളുടെ ഡ്രസ്സെങ്കിൽ ഇവിടുന്ന് ഒരു വൈറ്റ് ഷാൾ കൊടുക്കും. നമുക്ക് മതങ്ങളിൽ വിശ്വാസമില്ലെങ്കിലും വിശ്വസിക്കുന്നവരെ ബഹുമാനിക്കണം. നമ്മുടെ തലയ്ക്ക് മീതെ കത്തി നിൽക്കുന്ന സൂര്യന് രക്ഷപ്പെടാൻ ഒരു ചെറിയ തണുപ്പ്. ശരീരവും മനസ്സും തണുപ്പിക്കാൻ കുറച്ച് തണുത്ത വെള്ളവും